സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു സംഭവമാണ്. അനിൽകുമാറാണ് അത് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിനുണ്ടാകുന്ന സ്വാധീനം വളരെ വലുതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരനുയായി വന്നുകൊണ്ട് പറയുന്നുണ്ട് പ്രവാചകനെ. ദൈലമുൽ ഹിമ്മരി എന്ന് പറയുന്ന അനുയായി വന്നുകൊണ്ട് പറയുന്നുണ്ട് പ്രവാചകനെ, ഞങ്ങൾ വളരെ തണുപ്പ പ്രദേശത്ത് കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഞങ്ങൾ സാധാരണയായ ഒരു പാനീയം, ഗോതമ്പ് കൊണ്ടൊരു പാനീയം ഉണ്ടാക്കാറുണ്ട്. ആ പാനീയം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലിക്ക് നല്ല ഉന്മേഷം കിട്ടും, നല്ല ആവേശം കിട്ടും. ആ പാനീയം കുടിക്കാൻ പറ്റുമോ എന്നാണ് പ്രവാചകരോട് ചോദിക്കുന്നത്. പ്രവാചകൻ തിരിച്ച് അനുയായിയോട് ചോദിക്കുന്നുണ്ട്, അവ യുസ്തിറും, അത് ലഹരി ഉണ്ടാക്കുന്ന സാധനമാണോ? ലഹരി ഉണ്ടാക്കുന്ന സാധനമാണ്, പാനീയമാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആ അനുയായിയോട് പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങളത് വർജിക്കണം. ആ സന്ദർഭത്തിൽ ആ അനുയായി പ്രവാചകരോട് ചോദിക്കുകയാണ്, ഞാനത് ഒഴിവാക്കാൻ തയ്യാറാണ്, പക്ഷെ എൻ്റെ കൂടെയുള്ള എൻ്റെ സമൂഹം, എൻ്റെ ഗ്രാമവാസികൾ അത് ഒഴിവാക്കാൻ തയ്യാറില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ ആ അനുയായിയോട് പറയുന്ന അവരോട് നിങ്ങൾ സമരം ചെയ്യുക. സമരം ചെയ്തുകൊണ്ട് ആ ഒരു തിന്മയെ പ്രതിരോധിക്കുക എന്നാണ് പ്രവാചകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലഹരിക്കെതിരെ നേരത്തെ ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിക്കെതിരെ